ആദിത്യൻ അധ്യാപകൻ അനാദിയാം ജ്ഞാനം വെളിച്ച മകം നിറയ്ക്കും പൊരുൾ. ആരാണ് നീ എന്ന ചോദ്യം, നീയാണ് നീ എന്നൊരു ഉത്തരം. രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ. പലപ്പോഴും ആ കവിയായിരിക്കുന്നതിലാണോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അധ്യാപകനായിരിക്കുന്നതിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായും പറയുന്നത്, ഒരു അധ്യാപകനായി ജീവിക്കുവാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എല്ലാ ദിവസവും മക്കളുടെ സന്തോഷ സമ്പൂർണമായ നിഷ്കളങ്കമായ മുഖം കാണുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ അധ്യാപകർ. മറ്റുള്ളവരെല്ലാം നരച്ച ഫയലുകൾക്കിടയിൽ അവരുടെ ജീവിതം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമാണ് എല്ലാ ദിവസവും മക്കളുടെ മുഖം കാണാൻ ഭാഗ്യമുള്ളവർ. അതുകൊണ്ട് അധ്യാപകനായിരിക്കുക എന്നതിൽ അപ്പുറം ധന്യത ഉള്ള ഒരു കാര്യവും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ആദിത്യൻ അധ്യാപകൻ അനാദിയാം ജ്ഞാനം വെളിച്ചം അകം നിറയ്ക്കും പൊരുൾ. ആദിത്യൻ അധ്യാപകൻ അനാദിയാം ജ്ഞാനം വെളിച്ചം അകം നിറയ്ക്കും പൊരുൾ. ആരാണ് നീ എന്ന ചോദ്യം, നീയാണ് നീ എന്നൊരുത്തരം. രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ. ആരാണ് നീ, ആരാണ് നീ എന്ന് നിരന്തരമായ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയും നീ തന്നെയാണ് നീ എന്ന ഉത്തരം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നവർ ആരോ അവരെയാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അവരെ സ്തുതിച്ചുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരി അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന എന്ന കൃതി തുടങ്ങിയിട്ടുള്ളത്. ആ കാലത്ത് പൂന്താനം ജീവിച്ചിരുന്ന കാലത്ത് അംഗീകരിക്കപ്പെടാതെ പോയൊരു കവിയാണ്. ഓരോ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെ പ്രവണതകൾ, ആ കാലഘട്ടത്തിൽ മേൽക്കൈ കിട്ടുന്ന സാധ്യതകൾക്കനുസരിച്ചല്ലാത്തവർ അംഗീകരിക്കപ്പെടാത്ത ഒരു സമൂഹമാണ് നമ്മുടെ. അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് പച്ച മലയാളത്തിൽ, സംസ്കൃതത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന കാലത്ത് പച്ച മലയാളത്തിൽ എഴുതിയത് കൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനകീയ കവിയാണ് പൂന്താനം നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന തുടങ്ങുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ല. അന്നത്തെ എല്ലാ കൃതികളും തുടങ്ങിയത് ദൈവത്തെ സ്മരിച്ചുകൊണ്ടായിരുന്നെങ്കിൽ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ല തുടങ്ങിയിരിക്കുന്നത്, അധ്യാപകരെ സ്തുതിച്ചുകൊണ്ടാണ്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം എന്നാണ്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ. എന്താണ്? നമ്മുടെ എല്ലാം നരജന്മം സഫലമായി തീരണമെങ്കിൽ ഗുരുനാഥൻ തുണയായിരിക്കണമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഗുരുനാഥരായി സേവനമനുഷ്ഠിക്കുവാൻ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുവാൻ കഴിയുന്നതിനപ്പുറമുള്ളൊരു ധന്യത നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ അധ്യാപകരെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകതകളുണ്ട്. ഇന്ന് തന്നെ നമ്മൾ സ്വയം വിമർശനാത്മകമായി ചിന്തിക്കേണ്ട ഒരു വർത്തമാന കാലം കൂടെയാണ്. ഫാസിസ്റ്റ് ചിന്തകൾ എന്തുകൊണ്ടാണ് പുതിയ തലമുറയിൽ നിന്നും ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മാരകമായ മയക്കുമരുന്നിന് അടിമകളായി നമ്മുടെ മക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാം കാലാനുസൃതമായ തരത്തിലുള്ള കരുതൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്നല്ല, നമ്മൾ തന്നെ സ്വയം വിമർശനാത്മകമായി ചിന്തിക്കേണ്ട ഒരു വർത്തമാനകാലം ആണ്. ഞാൻ എൻ്റെ വേറൊരു കവിതയുടെ കുറച്ചു പേര് ചൊല്ലാം. കുട്ടിയുടെ മനസ്സെന്താണെന്ന് കൃത്യമായും തിരിച്ചറിയാൻ കഴിയുന്ന അധ്യാപകരാകാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ചെറിയ കവിത ഇങ്ങനെയാണ്. ബാലൻ ഒരു ത്രികോണം വരച്ചു. ബാലൻ ഒരു ത്രികോണം വരച്ചു. മാഷും രണ്ടറ്റവും താഴേക്ക് നീണ്ട മറ്റൊരു ത്രികോണം വരച്ചു. ബാലൻ വരച്ചത് ത്രികോണവും മാഷ് വരച്ചത് അവന്റെ ഗ്രേഡും ആയിരുന്നു. ഞാൻ ഒരു വൃത്തം വരച്ചു. മാഷും ഒരു വൃത്തം വരച്ചു. മാഷ് വരച്ചത് എന്റെ മാർക്കായിരുന്നു.
ഞാൻ വരച്ചത് ആകാശവും. കുട്ടി വരയ്ക്കുന്ന ആകാശത്തിന്റെ വ്യാപ്തി എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന അധ്യാപകർ ഒരു ദൗർഭാഗ്യമായി നമ്മുടെ നാട്ടിൽ ഈ കമ്പോള കാലത്ത്, ഈ കച്ചവട കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നത് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രവണതകളെ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്ന അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് KSTയുടെ ഈ സമ്മേളനം ഗൗരവതരമായ സാംസ്കാരിക സർഗാത്മകത കൊണ്ട്, ചിന്തകൾ കൊണ്ട് ധന്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്റെ സ്വന്തമെന്ന് നെഞ്ചുറച്ചു ചൊല്ലുവാൻ നമുക്ക് കഴിയാത്ത ഒരു വർത്തമാന കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴും വടക്ക് നിന്ന് ഈ ഫാസിസത്തിന്റെ ഇരുട്ടിങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന കാലത്തും എന്തുകൊണ്ട് പുതിയ തലമുറയെ കുറിച്ച് വർത്തമാന പുരോഗമന ബോധങ്ങളെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ പോകുന്നത് എന്ന് ആഗോള തലത്തിൽ, ദേശീയ തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കരുതലോടെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ എന്റെ സ്വന്തം എന്ന് പറയാൻ ഇപ്പൊ കഴിയില്ല. ഞാൻ 20 വർഷത്തിന് മുമ്പ് എഴുതിയ കവിതയാണ് ഇന്ത്യ എന്റെ. ഇന്ത്യ എന്ന വാക്ക് ഇപ്പൊ ഭരണഘടനയിൽ നിന്ന് തന്നെ എടുത്തു കളയാൻ പോകുന്ന കാലം. ഇന്ത്യ എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട അതാണ്. ഇന്ത്യ എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. അല്ലാതെ വിത്ത് തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ട കാണതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ എന്ന മുദ്രാവാക്യം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് ഈ കാലത്ത്, ഈ വർത്തമാനകാലം. നമ്മുടെ രാജ്യം 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്നലെ. ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതുപോലെ ഒരു വനം എന്ന് പറയുന്ന റബ്ബർ വനവുമുണ്ട്, അവിടെ ഒറ്റ മരമേ ഉള്ളൂ. വിത്തു തിന്ന് വിളവ് തിന്ന ഒറ്റ മരം, വിത്തു തിന്നോ വിളവ് തിന്നോ ഒരൊറ്റ മരം മാത്രമുള്ള കെട്ട കാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. തീർച്ചയായും ധന്യമായ ഈ മുഹൂർത്തത്തിൽ വർത്തമാനം ഞാൻ ഒഴിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, മണി 1:30 ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തി പിന്മാറാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കവിത പറഞ്ഞാൽ അത് ചൊല്ലാം. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ, നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നാണ്. ഈ കവിത സത്യത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എനിക്ക്. ആ കാലത്ത് സത്യത്തില് ആദ്യം എനിക്ക് പ്രധാനമായി വന്ന ഒരു വിളി ഈ കോഴിക്കോട്ട് നിന്നാണ്. എനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മൾ മാത്രം നമ്മുടെ ചെറിയ ചെറിയ ചുറ്റുവട്ടങ്ങളിൽ മാത്രം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ പോരാ. സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിർഭാഗ്യം കൊണ്ട് ഫാസിസത്തിന്റെ കയ്യിൽ അകപ്പെട്ടുപോയ ആ മക്കളുടെ കൈകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ, ചിന്തകൾ സംക്രമിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. എനിക്ക് ഇത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കോഴിക്കോട്ട് നിന്ന് വന്ന കോളാണ്. ആ കോള് വിളിച്ചത് ഈ കോഴിക്കോട്ടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം KSUവിന്റെ എന്തോ സംസ്ഥാന, എനിക്ക് അദ്ദേഹത്തിന് പേര് പെട്ടെന്ന് വരുന്നില്ല. ഇവിടെ മത്സരിച്ചയാള് ഈ കോഴിക്കോട്ടിലെ UDF-ന്റെ സ്ഥാനാർത്ഥി ASUവിന്റെ സംസ്ഥാന നേതാവാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ പിന്നെ ഈ ഒരു പ്രശ്നമൊന്നും മൈൻഡ് ചെയ്യാൻ പോരുത്. ഞാൻ വൈകുന്നേരങ്ങളിൽ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തളർന്നു പോകുമ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്നത് മാഷിന്റെ ഈ മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ, നിനക്ക് ഞങ്ങൾ പേരിടുന്നു, അതാണ് മാർക്സിസം എന്ന കവിതയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ അഭിമാനമുണ്ട് ആ കവിത ചൊല്ലുന്നതിൽ. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം, അതാണ് മാർക്സ് പറഞ്ഞ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. From each according to his ability to each according to his need എന്നാണ് മാർക്സ് പറയുന്നത്. എന്താണ് സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് മാർക്സിനോട് ചോദിച്ചാൽ മാർക്സ് ഒരൊറ്റ വാക്കുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ് വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം. മാർക്സ് പറയുന്നത്
പ്രാകൃത കമ്മ്യൂണിസത്തിൽ തുടങ്ങി ശാസ്ത്രീയ കമ്മ്യൂണിസം വരെയുള്ള യാത്രയാണ് എല്ലാ വികസിത സമൂഹങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. നമ്മളെല്ലാവരും, നമ്മുടെ പൂർവ്വപിതാമഹന്മാരെല്ലാവരും കാട്ടിൽ സന്തോഷത്തോടെ സ്വകാര്യ സ്വത്തൊന്നുമില്ലാതെ ഏത് കായികനികളും പരസ്പരം ഭക്ഷിച്ചു കഴിഞ്ഞ, ഏത് മൃഗത്തെയും സ്വന്തമായി വേട്ടയാടി ജീവിച്ച, ഒന്നും ആരുടേതുമല്ലാതിരുന്ന, എന്നാൽ എല്ലാവരുടേതുമായിരുന്ന പ്രാകൃത കമ്മ്യൂണിസത്തിൽ തുടങ്ങി കമ്മ്യൂണിസത്തിൽ ഇതിൽ 2 ഇടങ്ങളിൽ മാത്രമേ വർഗമില്ലാതെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പ്രാകൃത കമ്മ്യൂണിസത്തിലുമാണ്. ബാക്കിയുള്ള എല്ലായിടത്തും 2 വർഗങ്ങൾ ഉണ്ടാകുമെന്ന് മാർക്സ് പറയുന്നുണ്ട്. ഒന്നാമത് വരുന്നത് പ്രാകൃത കമ്മ്യൂണിസം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അടിമത്തം വരും, സ്ലേവറി. അവിടെ 2 വർഗമുണ്ട്, അടിമയും ഉടമയും. അത് കഴിയുമ്പോൾ അടുത്ത കാലം വരും, അവിടെ ഫ്യൂഡലിസം എന്നാണ്, ജമ്മിത്തം. അവിടെയും 2 ഉണ്ടാകും, ജമ്മിയും കുടിയാനും. അത് കഴിഞ്ഞാൽ മുതലാളിത്തം വരും, അവിടെയും ഉണ്ടാകും 2 വർഗം, തൊഴിലാളിയും മുതലാളിയും, ഉള്ളവനും ഇല്ലാത്തവനും. അത് കഴിയുമ്പോൾ തൊഴിലാളി ഭൂരിപക്ഷം വരുന്ന തൊഴിലാളിക്ക് അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അവൻ വിപ്ലവം നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ സോഷ്യലിസം വരും, അവിടെയും ഉണ്ടാകും 2 വർഗം, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും ഉണ്ടാകും. അത് കഴിയുമ്പോഴാണ് മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ ഇടങ്ങളിലേക്ക് മനുഷ്യൻ കയറിപ്പറ്റും. അവിടെ ശാസ്ത്രീയ കമ്മ്യൂണിസം ഉണ്ടാകും, സോഷ്യലിസം ഉണ്ടാകും, ശാസ്ത്രീയ സോഷ്യലിസം ഉണ്ടാകും, കമ്മ്യൂണിസം ഉണ്ടാകും. അവിടെ വർഗങ്ങൾ ഉണ്ടാകില്ല. സ്റ്റേറ്റ് വിൽ വിതറവേ എന്നാണ്, രാഷ്ട്രങ്ങൾ ഒഴിഞ്ഞു പോകും. ന രാജ്യ ന ജരാജാസ്മി ന ദണ്ഡ്യ ന ജദണ്ഡ്യാസ്മിൻ ധർമ്മണ്യേവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പര എന്നാണ്. ധർമ്മം കൊണ്ട്, ഡ്യൂട്ടി, പ്രയത്നം കൊണ്ട് പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. അവിടെ രാജ്യമുണ്ടാകില്ല. സ്റ്റേറ്റ് വിൽ വിതറവേ. അവിടെ ആ അവസ്ഥയിലെത്തുമ്പോൾ അതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കുമെങ്കിൽ, അതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ള സോഷ്യലിസവും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ എന്ന് മാർക്സിനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരൊറ്റ വാക്കുകൊണ്ടാണ് ആ വ്യത്യാസം പറയുന്നത്. സോഷ്യലിസത്തിലെ ആപ്തവാക്യം, അടിസ്ഥാന തത്വം എന്താണെന്ന് അറിയാമോ? ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നാണ്. പ്രവൃത്തി, ഡീഡ്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം, ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് മാത്രം എടുക്കണം. അതാണ് സോഷ്യലിസം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നാണ്. എന്നാൽ കമ്മ്യൂണിസത്തിൽ എത്തിക്കഴിയുമ്പോഴോ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ്. നീഡ്. അപ്പൊ ഡീഡ് എന്ന വാക്കും നീഡ് എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ളത്. ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം, ആവശ്യത്തിന് മാത്രം എടുക്കണം. അപ്പോൾ സുബലൻ, ബലവാൻ അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കുമ്പോൾ, അവന്റെ ആവശ്യത്തിന് മാത്രം എടുക്കുമ്പോൾ അവിടെ മിച്ചമുണ്ടാകും. ദുർബലൻ അവന്റെ കഴിവിനനുസരിച്ച് ചെയ്യുകയും അവന്റെ ആവശ്യം സുബലന് തുല്യമാണ്, അപ്പോൾ അവന് മിച്ചം വേണ്ടി വരും. മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. അതാണ് മാർക്സിസം എന്ന മഹത്തായ ആശയം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ജാഗരൂകരായി ഉണർന്നിരിക്കുന്നത്. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള വലിയ ധർമ്മം ലഭിച്ചവരാണ് നമ്മൾ അധ്യാപകർ. അതുകൊണ്ട് ഞാൻ എൻ്റെ മനുഷ്യരാകണമെന്ന കവിതയിൽ കുറച്ചിരുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ കൂടെ ചൊല്ലണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന സമയത്ത് ചൊല്ലി ഞാൻ നിർത്തും. മനുഷ്യനാകണം, 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 ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകയില്ലതാണു മാർക്സിസം. തോൽക്കുകയില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നുപോലെയാകണം.
മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാകണം. മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. കഴിവിനൊത്തു പണിയണം.